ഇന്ന് വാട്ടർ കളറിലെ 3 നിറങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് 3 നീല നിറങ്ങളെക്കുറിച്ച്. കൊബാൾട്ട് ബ്ലൂ, അൾട്രാമറൈൻ ബ്ലൂ, പ്രഷ്യൻ ബ്ലൂ. ഈ 3 നിറങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തിനാണ് ഈ 3 നിറങ്ങൾ എന്ന് എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്തത്. എൻ്റെ ഒരഭിപ്രായത്തിൽ, അതെൻ്റെ മാത്രം അഭിപ്രായമാണ്, ഈ 3 നിറങ്ങൾക്കും വ്യത്യസ്തമായ ഉപകാരങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ്സുമുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രഷ്യൻ ബ്ലൂവും കൊബാൾട്ട് ബ്ലൂ ആണ്. ഞാൻ അധികം അൾട്രാമറൈൻ ബ്ലൂ ഉപയോഗിക്കാറില്ല. അതിനെൻ്റെ കാരണം ഇതാണ്. പല സ്ഥലങ്ങളിലും അൾട്രാമറൈൻ ബ്ലൂ ഉപയോഗിക്കുമ്പോൾ ഒരു ഡൾ ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന നിറങ്ങളല്ല പലപ്പോഴും എനിക്ക് കിട്ടാറ്. കാരണം ഞാൻ അധികവും ബ്രൈറ്റ് കളേഴ്സ് ഉപയോഗിച്ചാണ് പെയിൻറ്റിങ് ചെയ്യാറ്. എന്നാൽ കൂടുതലായി അൾട്രാമറൈൻ ഉപയോഗിക്കുന്ന, വളരെ കുറച്ച് മാത്രം കൊബാൾട്ട് ബ്ലൂവും പ്രഷ്യൻ ബ്ലൂവും ഉപയോഗിക്കുന്ന കുറേ പേരെ എനിക്കറിയാം. അവരുടെ ചിത്രങ്ങൾ മോശമാണ് എന്നല്ല പറയുന്നത്. അവരുടെ ആ സ്റ്റൈലിന് അനുസരിച്ച കളർ അവർക്ക് ഇഷ്ടപ്പെട്ടത് അൾട്രാമറൈൻ ആയതുകൊണ്ട് അവർ ഉപയോഗിക്കുന്നു. ഞാൻ പലപ്പോഴും ഈ അൾട്രാമറൈൻ ഉപയോഗിക്കാറ് ഗ്രേ നിറങ്ങൾക്ക് വേണ്ടിയും പിന്നെ കല്ല്, മണ്ണ് പോലുള്ള പരുക്കൻ ഭാഗങ്ങൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ മറ്റു കളറുകളിൽ മിക്സ് ചെയ്തുമാണ് ഉപയോഗിക്കാറ്. ഇവിടെ ഞാൻ കുറച്ച് കളറുകൾ മിക്സ് ചെയ്ത് കാണിക്കാം. ഞാൻ ഉപയോഗിക്കുന്ന ചില കളറുകളാണിത്. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് കളറുകൾ മിക്സ് ചെയ്ത് നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഞാനിവിടെ ഒരു പേപ്പറിൽ ഞാൻ ഉപയോഗിക്കുന്ന ചില നിറങ്ങളെപ്പറ്റി പറയാം. ഈ 3 നിറങ്ങളും കൂടാതെ 3 നിറങ്ങൾക്കൊപ്പം മറ്റു നിറങ്ങളും കൂട്ടി ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ചില ഗുണവശങ്ങളും ചില ദോഷവശങ്ങളും എനിക്ക് അറിയുന്നതുപോലെ ഞാൻ പറയാം. ഇത് എൻ്റെ മാത്രം ഒരു വിലയിരുത്തലാണ്. പലർക്കും ഈ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് മാത്രം വിശ്വസിച്ചിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായ പരീക്ഷണങ്ങൾ നടത്തി നിങ്ങൾ പലതും കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം നമുക്ക് കൊബാൾട്ട് ബ്ലൂവിനെ പരിചയപ്പെടാം. നല്ല കട്ടിലിൽ തന്നെയാണ് അത് ഞാൻ കളർ വെച്ചത്. ഇനി വാട്ടർ കളറിൻ്റെ ട്രാൻസ്പെറൻസിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഇങ്ങനെയാണ്. കൂടുതൽ വെള്ളം ചേർത്ത് അതിനെ നേർപ്പിക്കുമ്പോൾ അത് സുതാര്യമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. താഴെയുള്ള പേപ്പർ കാണാൻ കഴിയും. അടുത്തത് അൾട്രാമറൈൻ ബ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. അതും അതേ രീതിയിൽ തന്നെയാണ്. ശരിക്കുള്ള കളറും അതിൻ്റെ നേർപ്പിച്ച കളറുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അടുത്തത് പ്രഷ്യൻ ബ്ലൂ ആണ്. അതും അതുപോലെ തന്നെ വെള്ളം കൂട്ടി അതിൻ്റെ ട്രാൻസ്പെറൻസി കൂട്ടി ഇവിടെ ഉപയോഗിച്ച് കാണിക്കുന്നു. അതായത് ഒരു നിറത്തിൻ്റെ ഏറ്റവും കടുത്ത നിറവും ഈ 3 നിറങ്ങളും വാഷ് ചെയ്തതിന് ശേഷം ഉണങ്ങുമ്പോൾ കാണുന്നത് എങ്ങനെയാണ്, അതാണ് ശരിക്കുള്ള നിറം. അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. ആദ്യത്തേത് കൊബാൾട്ട് ബ്ലൂ, നല്ല ഒരു നിറമാണ്. സ്കൈ ബ്ലൂ എല്ലാം വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് അൾട്രാമറൈൻ ബ്ലൂ, നല്ല ഫ്രഷ് നിറമാണ്. പക്ഷേ മറ്റു നിറങ്ങൾക്കൊപ്പം ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോഴാണ് അത് ഡള്ളായി ഫീലാവുന്നത്. കുറച്ചുകൂടി ടെക്സ്ചർ വരുന്ന രീതിയിലുള്ള ഒരു നിറമാണ്. അതിനടുത്തത് പ്രഷ്യൻ ബ്ലൂ ആണ്. അതും ഫ്രഷായ നിറമാണ്. അത് പലപ്പോഴും ഗ്രീനുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കാറ്. ഈ 3 നിറങ്ങളിലും ക്രിംസൺ റെഡ് ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കാണാം. ആദ്യം കൊബാൾട്ട് ബ്ലൂ വാഷ് ചെയ്തു. അതിനുശേഷം ക്രിംസൺ റെഡ് ഡയറക്റ്റായിട്ട് എടുത്താണ് ഞാൻ ചെയ്യുന്നത്. പകുതി ബ്രഷ് നീലയുടെ മുകളിലും പകുതി ബ്രഷ് വെള്ള ഭാഗത്തും വരുന്ന രീതിയിൽ വാഷ് ചെയ്തത്. താഴേക്ക് വീണ്ടും ബ്ലൂ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള മിക്സിങ് നടക്കുന്നത് പേപ്പറിൽ തന്നെയാണ്. നമ്മൾ പാലറ്റിൽ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പല നിറങ്ങളുടെ ഗ്രേഡിയൻറ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. അടുത്തത് അൾട്രാമറൈൻ ബ്ലൂയിൽ ക്രിംസൺ റെഡാണ് ചെയ്തത്. താഴേക്ക് വീണ്ടും അൾട്രാമറൈൻ കൊണ്ട് തന്നെ വാഷ് ചെയ്തു. 2 നിറങ്ങൾ തമ്മിൽ മിക്സ് ആവുന്നത് കാണാം. അടുത്തത് പ്രഷ്യൻ ബ്ലൂ ആണ്. പ്രഷ്യൻ ബ്ലൂ വാഷ് ചെയ്തു. ക്രിംസൺ റെഡ് വാഷ് ചെയ്തു. അതിന് താഴേക്ക് വീണ്ടും പ്രഷ്യൻ ബ്ലൂ തന്നെ വാഷ് ചെയ്തു. പേപ്പറിൽ തന്നെ ഇരുന്ന് മിക്സ് ആവുന്നത് കാണാം.
അടുത്തത് കൊബാൾട്ട് ബ്ലൂ ആണ്. അതിൽ കൊബാൾട്ട് ബ്ലൂവിൽ സ്കാർലറ്റ് റെഡാണ് മിക്സ് ചെയ്യുന്നത്. സ്കാർലറ്റ് റെഡ് ഇതുപോലെ വാഷ് ചെയ്തു. പകുതി ബ്ലൂവിലും പകുതി വെള്ള പേപ്പറിലുമാണ്. കുറച്ചുകൂടി റെഡ് എടുത്ത് വാഷ് ചെയ്തു. അതിന് താഴേക്ക് വീണ്ടും കൊബാൾട്ട് ബ്ലൂ വാഷ് ചെയ്തു. അപ്പോൾ ഉണ്ടാകുന്ന ആ നിറവ്യത്യാസം കാണാം. രണ്ടും തമ്മിൽ മിക്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന ആ നിറമാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ബ്ലൂവിന് മുകളിലേക്ക് അല്പം കൂടി ഞാൻ റെഡ് വാഷ് ചെയ്ത് ഇറക്കുന്നതും അതിൽ വീണ്ടും ബ്ലൂ ആഡ് ചെയ്യുന്നതും എല്ലാം കാണാം. ശ്രദ്ധിക്കുക. അടുത്തത് അൾട്രാമറൈൻ ബ്ലൂ ആണ്. അതിൽ സ്കാർലറ്റ് റെഡ് മിക്സ് ചെയ്യുന്നതാണ് കാണുന്നത്. അൾട്രാമറൈനിൽ മറ്റു കളറുകൾ കൂട്ടുമ്പോൾ റിസൾട്ട് വരുന്നത് അല്പം ഡള്ളാണ്. കൂടാതെ കുറച്ച് പരുക്കനായ പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അടുത്തത് പ്രഷ്യൻ ബ്ലൂവിൽ സ്കാർലറ്റ് റെഡ് മിക്സ് ചെയ്യുന്നു. ഈ ഒരു മിക്സ് ആണ് ഞാൻ പലപ്പോഴും ഗ്രേ നിറങ്ങൾക്ക് ഉപയോഗിക്കാറ്. പല ഗ്രേ നിറങ്ങളും പ്രഷ്യൻ ബ്ലൂ, സ്കാർലറ്റ് റെഡ് തുടങ്ങിയ നിറങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യാറ്. അല്ലെങ്കിൽ പിന്നെ കൊബാൾട്ട് ബ്ലൂ, സ്കാർലറ്റ് റെഡാണ് ഉപയോഗിക്കാറ്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന അത്രയും ഫ്രഷ് കളറൊന്നുമല്ല ഒറിജിനലായി കാണുന്നത്. സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് അനുസരിച്ച് അത് വ്യത്യാസപ്പെടും. വാട്ടർ കളറിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കാണുന്ന നിറത്തിൻ്റെ ഒരു 30% കുറഞ്ഞ ഒരു നിറമാണ് നമുക്ക് കിട്ടുക. അടുത്തത് പുതിയ ഒരു കളർ കോമ്പിനേഷനാണ്. കൊബാൾട്ട് ബ്ലൂ പ്ലസ് ഓറഞ്ച് ആണ്. ഇത് പല കളർ കോമ്പിനേഷന് വേണ്ടിയും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പല ചിത്രങ്ങളുടെ കളർ കോമ്പിനേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. സൺസെറ്റ് എല്ലാം ഉപയോഗിക്കുമ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് അൾട്രാമറൈൻ ഓറഞ്ച് ആണ്. ഇത് പലപ്പോഴും മണ്ണിലെ ചില ഭാഗങ്ങളിലും പിന്നെ ചുമര്, പഴയ ചുമര് തുടങ്ങിയ ഭാഗങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. അടുത്തത് പ്രഷ്യൻ ബ്ലൂ ഓറഞ്ച് ആണ്. ഇതും നല്ല ഒരു നിറമാണ്. ഗ്രേ നിറങ്ങൾ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാം. ഇവിടെ കാണുമ്പോൾ അധികം ഗ്രേ ആയി തോന്നുന്നില്ലെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. അടുത്തത് അൾട്രാമറൈൻ ബ്ലൂ ബേൺസീനയാണ്. ഇതും ഞാൻ ഗ്രേ നിറങ്ങൾക്കും ഡാർക്ക് നിറങ്ങൾ നിർമ്മിക്കാനും എല്ലാം ഉപയോഗിക്കാറുണ്ട്. അടുത്തത് പ്രഷ്യൻ ബ്ലൂ ബേൺസീനയാണ്. ഏറ്റവും കൂടുതൽ ഡാർക്ക് വരുന്ന സ്ഥലങ്ങളിൽ ഈ രണ്ട് നിറങ്ങളും വളരെ കട്ടിയായി ചേർത്താണ് ഞാൻ ഉപയോഗിക്കാറ്. അടുത്തത് കൊബാൾട്ട് ബ്ലൂ ബേൺസീനയാണ്. ഇതും നമുക്ക് ഡാർക്ക് വരുന്ന സ്ഥലങ്ങളിൽ നല്ല കട്ടിയായി തന്നെ ഉപയോഗിച്ച് വെള്ളം കുറച്ച് ഉപയോഗിച്ച് ഡാർക്ക് നിറങ്ങളുണ്ടാക്കാം. ഇപ്പോൾ താഴെ വാഷ് ചെയ്യുന്നത് കൊബാൾട്ട് ബ്ലൂ, അൾട്രാമറൈൻ ബ്ലൂ, പ്രഷ്യൻ ബ്ലൂ എന്ന നിറങ്ങൾ ആണ്. അതിനുശേഷം കൊബാൾട്ട് ബ്ലൂവിൽ അല്പം വെർഡിയൻ ഗ്രീൻ ചേർക്കുന്നു. അതിനുശേഷം അൾട്രാമറൈൻ ബ്ലൂവിൽ അല്പം വെർഡിയൻ ഗ്രീൻ ചേർക്കുന്നു. അതിനുശേഷം പ്രഷ്യൻ ബ്ലൂവിൽ അല്പം വെർഡിയൻ ഗ്രീൻ ചേർക്കുന്നു. ഈ വെർഡിയൻ ഗ്രീനാണ് പലപ്പോഴും പ്രഷ്യൻ ബ്ലൂവിൽ ചേർത്ത് പല സ്ഥലങ്ങളിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ഉണങ്ങിയതിന് ശേഷമുള്ള റിസൾട്ട്. ആദ്യത്തെ 3 സെപ്പറേറ്റ് ഓരോ കളറുകളാണ്. കൊബാൾട്ട് ബ്ലൂ, അൾട്രാമറൈൻ ബ്ലൂ, പ്രഷ്യൻ ബ്ലൂ. അത് CO എന്നത് കൊബാൾട്ട് ബ്ലൂവിൻ്റെ ഷോർട്ട് കട്ടും, UV എന്നത് അൾട്രാമറൈൻ ബ്ലൂവിൻ്റെ ഷോർട്ട് കട്ടും, PB എന്നത് പ്രഷ്യൻ ബ്ലൂവിൻ്റെ ഷോർട്ട് കട്ടുമാണ്. അത് വെച്ചാണ് അടുത്തുള്ള ചാർട്ടിലെ മറ്റു ഭാഗങ്ങൾ ഞാൻ വിശദീകരിക്കുന്നത്. കൊബാൾട്ട് ബ്ലൂ പ്ലസ് ക്രിംസൺ റെഡ് നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ തന്നെ മറ്റു കളറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ക്രിംസൺ റെഡും മറ്റ് ബ്ലൂ കളറും കൂടിയത് ഒരു ഗ്രൂപ്പായും, സ്കാർലറ്റ് റെഡും മറ്റ് 3 ബ്ലൂകൾ കൂടിയത് വേറൊരു ഗ്രൂപ്പായും, ഓറഞ്ചും ബ്ലൂകളും കൂടിയത് വേറൊരു ഗ്രൂപ്പായും, ബേൺസീനയും ബ്ലൂകളും കൂടിയത് വേറൊരു ഗ്രൂപ്പായും തിരിച്ചിട്ടുണ്ട്. 4 ഗ്രൂപ്പുകളായി ഞാനിവിടെ തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് പലതരത്തിലുള്ള കളർ കോമ്പിനേഷൻസ് ഉണ്ടാക്കാം. ഈ ബ്ലൂകളും ഓറഞ്ചും ബേൺസിനെയും എല്ലാം വെച്ച് തന്നെ ഉണ്ടാക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഗ്രേഡിയൻറ്റ് വാഷ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കളറിൻ്റെ ഏറ്റക്കുറച്ചിലുകളനുസരിച്ച്, വെള്ളത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളനുസരിച്ച് നമുക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാം. ഇങ്ങനെ നിങ്ങൾ പലതരത്തിലുള്ള കളറുകൾ മിക്സ് ചെയ്ത് നോക്കുക. അങ്ങനെ നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാം. ഇതിൽ എനിക്ക് ഏറ്റവും ഞാൻ
ഫേവറേറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു കളറാണ് പ്രഷ്യൻ ബ്ലൂ പ്ലസ് സ്കാർലറ്റ് റെഡ്. അതിൻ്റെ നിറം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല ഒരു ഗ്രേ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കാറ് ഏറ്റവും അവസാനം താഴെ കോർണറിൽ കിടക്കുന്ന പ്രഷ്യൻ ബ്ലൂ പ്ലസ് വെർഡിയൻ ഗ്രീനാണ്. അത് പലപ്പോഴും മരങ്ങൾക്കും ദൂരെയുള്ള മരങ്ങൾക്കെല്ലാം ഇതിൻ്റെ വളരെ ലൈറ്റായ ഒരു ടോൺ ഞാൻ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ ഓറഞ്ച് പ്ലസ് പ്രഷ്യൻ ബ്ലൂ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഈ ഗ്രേ നിറങ്ങൾ കിട്ടുന്ന കളർ മിക്സിങ്ങിൽ അല്പം വെർഡിയൻ ഗ്രീൻ കൂടി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ഇരുണ്ട നിറമാണ് ലഭിക്കുക. അതായത് നമുക്ക് ക്രിംസൺ റെഡ് പ്ലസ് പ്രഷ്യൻ ബ്ലൂ എന്ന നിറത്തിൽ അതിൻ്റെ കളർ മിക്സിൽ നമ്മൾ വെർഡിയൻ ഗ്രീൻ ചേർക്കുകയാണെങ്കിൽ നല്ല ഡാർക്കായ ഒരു നിറം ലഭിക്കും. അതിൽ തന്നെ വെള്ളം കൂട്ടിയും കുറച്ചും അതിൻ്റെ കട്ടി കൂട്ടാനും നിറത്തിൻ്റെ കട്ടി കൂട്ടാനും കുറയ്ക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ബ്ലാക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഇത്തരം കളർ കോമ്പിനേഷനുകൾ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ചേർക്കാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കേട്ടതിന് ശേഷമാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എനിക്ക് അത്യാവശ്യമായൊരു ഘടകമാണ്. ഇനി ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഒരിക്കലും വെറുതെ കണ്ട് അവസാനിപ്പിച്ച് നിർത്തരുത്. പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. ഏവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവരും വലിയ കലാകാരന്മാരായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.